ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എടാ നമ്മളങ്ങനെ ഇന്ന് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോണത് ഡേറ്റ ലൈഫ് സൈക്കിളാണ്. ഡേറ്റ ലൈഫ് സൈക്കിൾ ഒന്നുമില്ല, നമ്മളെ കമ്പനിയിലേക്ക് ഒരു ഡേറ്റ വരുന്നത് മുതൽ ആ ഡേറ്റാസ് പല പീരീഡിലൂടെ ഇങ്ങനെ കടന്നു പോകും. അവസാനം ആ ഡേറ്റ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ കളയും, അല്ലെങ്കിൽ ഡേറ്റ നഷ്ടപ്പെട്ടു പോകും. ആ രീതിയിലേക്ക് എത്തും. അപ്പം ഒരു ഡേറ്റയുടെ ലൈഫ് തുടങ്ങുന്നതിന് മുതൽ, അല്ലെങ്കിൽ നമ്മളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനിച്ചു, നമ്മളിങ്ങനെ പതിയെ പതിയെ ഗ്രോത്ത്, ജോലി കിട്ടി, പഠിച്ച് ജോലി, അങ്ങനെ പോയിട്ട് മരണം വരെ. അപ്പം അതേപോലെ ഒരു ഡേറ്റയുടെ ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ഡേറ്റ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ പോയിന്റിലും, നമ്മളിപ്പോൾ ജനിക്കുന്നത് മുതൽ പോലെ ഓരോ പോയിന്റ്സ് ഇല്ലേ, അതേപോലെ ഡേറ്റയുടെ ഓരോ ലൈഫ് സൈക്കിളും, ഓരോ ലൈഫിലെ പോയിന്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ ഡേറ്റ ലൈഫ് സൈക്കിൾ കവേഴ്സ് ദ പീരീഡ് ഫ്രം ക്രിയേഷൻ ഓഫ് ഡേറ്റ. ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ ക്രിയേറ്റ് ആവുന്നത് മുതൽ അണ്ടിൽ ദ ഡേറ്റ ബിക്കം ഒബ്സലേറ്റ് ഓർ ഡിലീറ്റഡ്. ഒബ്സലേറ്റ് ആയി കഴിഞ്ഞാൽ നശിച്ചു പോവുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. ആ പീരീഡ് വരെയുള്ള മൊത്തം പീരീഡ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഡേറ്റ മേ മൂവ് ബാക്ക്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു പീരീഡിൽ നിന്നും നെക്സ്റ്റ് പീരീഡിലേക്ക് പോയി എന്നും പറഞ്ഞിട്ട് ഇനി ഇത് തിരിച്ചു വരില്ല എന്നല്ല, വേണമെങ്കിൽ തിരിച്ച ബാക്കിലുള്ള പീരീഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് എടാ നമ്മളിപ്പം പഠിക്കുന്ന സ്റ്റേജിൽ നിന്നും ജോലിയിലേക്ക് പോയി, നമുക്ക് വേണമെങ്കിൽ ജോലി രാജിവെച്ച് വീണ്ടും വന്ന് വേറെ എന്തെങ്കിലും പഠിച്ച് അതിൽ നല്ല ജോലിയിലേക്ക് പോകാൻ പറ്റില്ലേ? അതേപോലെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരില്ല എന്ന് ഒരിക്കലും കരുതരുത്. മൂവ് ബാക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ എന്താണ്, എല്ലാ സ്റ്റേജസിലും പാസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ സ്റ്റേജസിലും ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം ഈ ഒരു സ്റ്റേജിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്താതെ ഡയറക്റ്റ്ലി അടുത്ത പോയിന്റിലേക്ക് എത്താം. അതൊക്കെ നമുക്ക് ഡേറ്റാൻ്റെ അവൈലബിലിറ്റി അല്ലെ ആ രീതിക്ക് പോകും, നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് പോകും. ഓക്കെ, ഇനി എന്താണ്, ഡേറ്റ ഗവേണൻസ് ഇഷ്യൂസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? എല്ലാ സ്റ്റേജിലും ഉണ്ടായിരിക്കും ഡേറ്റ ഗവേണൻസ് ഇഷ്യൂസ്. അതൊക്കെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത് വേണം ഡേറ്റ ലൈഫ് സൈക്കിൾ നോക്കാനായിട്ട്. നമുക്ക് നോക്കാം, ഓരോ സ്റ്റേജിലേക്ക് പോകാം. ഫസ്റ്റ് ഡേറ്റ ക്യാപ്ചർ, അല്ലെങ്കിൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജ്. ഫസ്റ്റ് ഡേറ്റ നമ്മളെ കമ്പനിയിലേക്ക് വരുന്ന സ്റ്റേജ്. ഓക്കെ അല്ലേ? ഡേറ്റ ക്രിയേഷൻ അല്ലെങ്കിൽ ഡേറ്റ ക്യാപ്ചർ എന്താണ്? ഫസ്റ്റ് നമുക്ക് ഏത് രീതിക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാം? 3 സ്റ്റെപ്സാണ് ഉള്ളത്. അക്വസിഷൻ എന്ത് ചെയ്യാം? നമുക്ക് വേറെ സിസ്റ്റത്തിൽ നിന്നോ വേറെ ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് ഡേറ്റാസ് അക്വയർ ചെയ്യാൻ, വാങ്ങാനായിട്ട് പറ്റും. ആ രീതിക്ക് നമുക്ക് ഡേറ്റ എത്തില്ലേ? ഇപ്പം നമ്മൾ അതേ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമുക്ക് ടൈപ്പ് ആയിട്ട് അവരുടെ കയ്യിലുള്ള ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വരെ നമുക്ക് കളക്ട് ചെയ്യാം. ആ രീതിയിലുള്ളതാണ് ഫസ്റ്റ് വരുന്നത് അക്വസിഷൻ. ഇനി ഡേറ്റ എൻട്രി, അതായത് നമുക്കൊരു ഇൻവോയ്സ് വന്നു, നമ്മൾ എന്ത് ചെയ്തു? എൻട്രി ചെയ്തു. നമ്മളെ എംപ്ലോയി ഇരുന്നിട്ട് എൻട്രി ചെയ്തു, നമ്മളെ സിസ്റ്റത്തിലേക്ക് കയറ്റി, അതൊരു ഡേറ്റ ആയിട്ട് മാറി. അപ്പം ഡേറ്റ എൻട്രി ചെയ്ത് കയറ്റും, നമ്മൾ തന്നെ ഡേറ്റാസിനെ എൻട്രി ചെയ്തിട്ട് നമ്മളെ സിസ്റ്റത്തിലേക്ക് കയറ്റുന്നു. സെക്കൻഡായി ഡേറ്റാസ് ക്രിയേറ്റ് ആയി. ഇനി സിഗ്നൽ റിസപ്ഷൻ, ഒന്നുമില്ല, ഈ സെൻസേഴ്സും ഡിവൈസസ് ത്രൂ ഒക്കെ നമുക്ക് ഡേറ്റാസിനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് സിഗ്നൽ റിസപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ സാറ്റലൈറ്റ് ത്രൂ നമുക്ക് ISROൻ്റെ ഡേറ്റാസ് ഒക്കെ അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നില്ലേ, അതൊരു ഡേറ്റ ആണ്. അപ്പോൾ അതേപോലത്തെ സിഗ്നൽസ് ത്രൂ, അല്ലെങ്കിൽ നമുക്കൊരു ഡിവൈസ് ത്രൂ നമുക്ക് അയച്ചു തരുന്ന ഡേറ്റാസ് മറ്റുമൊക്കെയാണ് സിഗ്നൽ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡേറ്റ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്? ഡേറ്റ എങ്ങനത്തെ ഡേറ്റയാണ്, അത് അക്യുറസി ഉണ്ടോ ഇല്ലെന്ന് ആ പീരീഡിൽ തന്നെ, ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഉറപ്പാക്കണം. അതാണ് അവിടുത്തെ ഡേറ്റ ഗവേണൻസ് വരുന്നത്. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു, സിമ്പിളാണ്. നിങ്ങൾ ഓരോ പീരീഡും സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. സെക്കൻഡ് പീരീഡിലേക്ക് പോകാം. ഡേറ്റ ക്വാളിഫൈയിങ്, നമ്മൾ ക്യാപ്ചർ ചെയ്ത ഡേറ്റയുടെ ക്വാളിറ്റി അളക്കുന്നു, എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, അത് കംപ്ലീറ്റ് ആണോ നോക്കുന്ന ഒരു പീരീഡ്, ഒന്ന് ചെക്ക് ചെയ്യുന്ന പീരീഡിനെയാണ് ഡേറ്റ ക്വാളിഫൈയിങ് എന്ന് പറയുന്നത്. അവിടുത്തെ എന്താണ് ഗവേണൻസ്, എന്തെങ്കിലും എറർ ഉണ്ടോ, ഇൻകംപ്ലീറ്റ് ആണോ ഡേറ്റ, സെക്യൂർ ആക്കണം, സെക്യൂർ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത്? ഡേറ്റ ക്വാളിഫൈയിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രോസസ്സ് ഡേറ്റ മെയിൻ്റനൻസ്. നമ്മളെ കയ്യിൽ ക്വാളിഫൈ ചെക്ക് ചെയ്ത കുറച്ച് ഡേറ്റാസ് ഉണ്ട്, ഇത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തു പോവുക, നമ്മൾ സൂക്ഷിച്ചു വെക്കുക, അക്യുറേറ്റ് ആയിട്ട് സേഫ് ആക്കി വെക്കുക. അതിനെയാണ് ഡേറ്റ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പ്രോസസ്സിങ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഡേറ്റ ബിഫോർ യൂസിങ് ഇറ്റ്. യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നല്ല സെറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അല്ലാതെ തോന്നിയതുപോലെ കൊണ്ട് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് ഡേറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യണം, അല്ലെ ഡേറ്റ വെയർ ഹൗസിൽ പോകേണ്ടതാണോ, ഡേറ്റ ലേക്കിൽ പോകേണ്ടതാണോ, ഡേറ്റ മാറ്റാക്കി മാറ്റേണ്ടതാണോ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ അല്ലേ? എന്നാലേ പ്രോപ്പർലി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യണം. അതായത് നമ്മുടെ കയ്യിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റ ഉണ്ട്, അതേപോലെ കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പറ്റും. റവന്യൂ ആണ് സെയിൽസ് റിപ്പോർട്ടിലുള്ളത്. അതേപോലെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ്
സോ റവന്യൂവിൽ നിന്നും കോസ്റ്റ് പോയാൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇൻകം, നെറ്റ് ഇൻകം കാര്യങ്ങളൊക്കെ അളക്കാൻ പറ്റും. അപ്പം ഇതേപോലെ ഒന്നിലധികം ഡേറ്റാസിനെ കമ്പൈൻ ചെയ്ത് ഇൻഫർമേഷൻസ് ആക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, അതേപോലെ കമ്പൈൻ ചെയ്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. കമ്പൈനിങ് ഡേറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ടു ക്രിയേറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. ക്ലിയർ അല്ലേ? ഇനി എന്താ ഇവിടുത്തെ ഗവർണൻസ് എന്താ? ഡേറ്റ ഓണർഷിപ്പ് ആൻഡ് സിറ്റുവേഷൻ. ആരാണ് ഇതിൻ്റെ ഓണർ, ആർക്കാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അത് പ്രോപ്പർലി ഇവിടെയാണ് അസൈൻ ചെയ്യുന്നത്. ആരൊക്കെ ഇതിലേക്ക് ആക്സസ് വേണം എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റയുടെ ക്വാളിറ്റി ഇൻപുട്ടായിട്ട് കൊടുത്ത, ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടുമാണ് ഇൻപുട്ട്, നമുക്ക് കിട്ടിയേക്കുന്ന ഔട്ട്പുട്ടാണ് ഈ പ്രോഫിറ്റ് റിപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഔട്ട്പുട്ടിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി, എത്രത്തോളം കാലം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ രീതിയിൽ വാലിഡിറ്റി. ഇതിപ്പോൾ നമുക്ക് ഈ വർഷത്തെ നെറ്റ് ഇൻകം 10 വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോക്കാം, പക്ഷേ അതിൽ വലിയ കാര്യമില്ല. അപ്പോൾ അതേപോലെ വാലിഡിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്യണം. അതൊക്കെ പ്രോപ്പർലി ചെക്ക് ചെയ്യേണ്ടത് ഏത് പീരീഡിലാണ്? ഡേറ്റ ട്രാൻസ്ഫോർമേഷനിലാണ്. ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന ഡേറ്റ യൂസ് ചെയ്യുക. നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിനും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസിൻ്റെയോ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റാസിനെ യൂസ് ചെയ്യുന്നു. അതല്ലേ ഡേറ്റയുടെ അടുത്ത സ്റ്റേജ് വരുന്നത്. ഇവിടെ നമ്മൾ പാലിക്കേണ്ടത്, നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, കോൺട്രാക്റ്റിൽ പറയുന്ന കോംപ്ലയൻസ് പാലിക്കുന്നുണ്ടോ, ലീഗലി ചെയ്യുന്നുണ്ടോ, റൂൾസ് പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഓക്കെ അല്ലേ? അല്ലാതെ തോന്നിയവർക്കടുത്ത് കൊടുക്കാൻ നിൽക്കരുത്. പ്രോപ്പർ നിയമങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതാണ് ഇവിടുത്തെ ഗവർണൻസ് വരുന്നത്. ഓക്കെ, ഡേറ്റ അനലിറ്റിക്സ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. നമ്മളെ കയ്യിലിരിക്കുന്ന ഡേറ്റ എന്ത് ചെയ്യുവാണ്, മീനിങ് ഫുൾ ഇൻസൈറ്റ് ആയിട്ട് മാറ്റുവാണ്. ഇൻസൈറ്റ് ഡേറ്റയ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടി പറ്റും. ഈ ഇൻഫർമേഷനിൽ നിന്നും നമുക്ക് നോളജ് കിട്ടും, പുതിയ അറിവുകൾ കിട്ടും. ഈ അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇൻസൈറ്റ് കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇൻസൈറ്റ് കാര്യങ്ങൾ കിട്ടുന്നത് ഈ നോളജിൽ നിന്നാണ്. അപ്പം ഈ ഡേറ്റ ഈ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റണം. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ടൈപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജ് നമ്മൾ മനസ്സിലായി ഡേറ്റ അനലിറ്റിക്സ്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഗവർണൻസ് എന്താ, ആക്യുറേറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, അനലൈസ് ചെയ്തിട്ടുണ്ടോ, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ അല്ലേ? ഇനി 3 സ്റ്റേജ് കൂടിയുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആക്കിയേക്കുന്നതിനെ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. ഡേറ്റ ലീവ്സ് ദി ഓർഗനൈസേഷൻ. നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ്. എന്താ, റിപ്പോർട്ട്സ്, ബാലൻസ് ഷീറ്റ് ആവാം, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആവാം, എന്താ കമ്പനിയുടെ കയ്യിൽ നിന്ന് പോയി, പുറത്തേക്ക് പോയി. അതേപോലെ സ്റ്റേറ്റ്മെന്റ്സ്, ബ്രീച്ചസ്, അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ടുകളായിട്ടും പലതായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഡേറ്റാസിനെ പബ്ലിഷ് ചെയ്യുന്ന അടുത്ത പ്രോസസ്സ് വരുന്നത്. ഓക്കെ, നമ്മളെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരിക്കലും റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം എററും ബ്രീച്ചസ് ഒന്നും ഇല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പബ്ലിഷ് ചെയ്യാൻ. അതാണ് അവിടെ പാലിക്കേണ്ട ഗവർണൻസ് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡേറ്റ അർച്ചീവൽ, അതായത് നമ്മൾ ഡേറ്റാസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് ഉറപ്പില്ല, ഡിലീറ്റ് ചെയ്യാനായിട്ടില്ല. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കും അല്ലെങ്കിൽ അർച്ചീവ് ചെയ്ത് വെക്കും. അതിനെയാണ് ഡേറ്റ അർച്ചീവൽ എന്ന് പറയുന്നത്. തൽക്കാലത്തേക്ക് മാറ്റി വെക്കും. ഇപ്പം നമുക്ക് യൂസ് ഇല്ല, പക്ഷെ ചാൻസ് ഉണ്ട് യൂസ് വരാനായിട്ട്, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല, ആ ഒരു സ്റ്റേജ്. ഓക്കെ, സ്റ്റോറിങ് ഇൻആക്റ്റീവ് ഡേറ്റ ഫോർ ഫ്യൂച്ചർ നീഡ്. ഓക്കെ, ഡിഫൈൻ ഹൗ, വെയർ ആൻഡ് വെൻ. നമ്മൾ എപ്പോൾ, എവിടെ, എങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അർച്ചീവ് ചെയ്ത് വെക്കുന്നു എന്ന് പ്രോപ്പർലി നോക്കണം. അല്ലാതെ എവിടെയോ കൊണ്ട് വെച്ച് കുറച്ച് കാലം കഴിഞ്ഞ് യൂസ് ചെയ്യണം, മറന്നുപോയി, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എവിടെയാണ്, എപ്പോൾ, എങ്ങനെ സേവ് ചെയ്തു എന്നുള്ള രീതിയിൽ പ്രോപ്പർലി അച്ചീവ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യുക. പെർമനൻ്റ്ലി നമ്മളെ ലൊക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ നമുക്കിനി ആവശ്യമില്ലാത്തടുത്ത് ഡേറ്റാസിൻ്റെ അടുത്ത് കളയുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ പർജിങ് അല്ലെങ്കിൽ ഡിലീഷൻ എന്ന് പറയും. ഇവിടെ പാലിക്കേണ്ട എന്താ, ഡേറ്റ റിറ്റൻഷൻ. നമുക്ക് വേണ്ട ഡേറ്റാസ് നമ്മൾ റീറ്റേൺ ചെയ്തിട്ടുണ്ടോ. ഇനി കളയുന്നതിൻ്റെ പ്രോസസ്സുണ്ട്, ഡിസ്ട്രക്ഷൻ പ്രോസസ്സുണ്ട്, പോളിസീസ് ഉണ്ട്. തോന്നിയതുപോലെ എടുത്ത് കളയാൻ പാടില്ല, ഇത് വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ പാടില്ല. ആ രീതിയിലൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട്. ലീഗൽ കോംപ്ലയൻസ്, നിയമങ്ങൾ പാലിക്കണം. അതേപോലെ കൺഫേം ആയിട്ട് ഡോക്യുമെന്റ്, ഇതിന് പ്രോപ്പറായിട്ട് ഇപ്പം നമ്മൾ എടുത്ത് കളയാൻ പാടില്ല. ടോപ്പ് അതോറിറ്റിയുടെ എന്ത് വേണം, ഒപ്പ് വേണം. അവരുടെ കയ്യിൽ നിന്നും പ്രോപ്പർ ഡോക്യുമെന്റ്സ് കൊടുത്ത് അതിന് പെർമിഷൻ വാങ്ങണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പാലിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഡേറ്റ ക്യാപ്ചർ ചെയ്തത് മുതൽ എവിടം വരെ എത്തി, ഡേറ്റ പർജ് ചെയ്യുന്നത് വരെ എത്തി, ഡേറ്റ പർജിങ് വരെ എത്തി. ഓക്കെ, അപ്പം ഇത്രയും പ്രോസസ്സ്, ഇത്രയും പീരീഡ്സ് കടന്നിട്ടാണ് എന്ത്, ഡേറ്റാസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡേറ്റാസ് ഒരു കമ്പനിയിൽ നിന്ന് പോകുന്നത്. ഇതിലെല്ലാ പീരീഡും ഈ ഡേറ്റ ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേപോലെ വൺസ് ഇങ്ങോട്ടേക്ക് വന്ന ഡേറ്റ, അർച്ചീവിലേക്ക് വന്ന ഡേറ്റ
ചിലപ്പോൾ വീണ്ടും പബ്ലിഷ് ചെയ്യാൻ എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് എടുക്കാം. അപ്പോൾ തിരിച്ച് ബാക്കിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഡേറ്റ ലൈഫ് സൈക്കിൾ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റെക്കോർഡ്സ് മാനേജ്മെന്റ് അടുത്ത ടോപ്പിക്. റെക്കോർഡ്സ് മാനേജ്മെന്റ് എന്നുള്ള അടുത്ത ടോപ്പിക്കിൽ കാണാം. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ വെക്കോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.